2025 SIR കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരുടെ പേര് കൂട്ടിച്ചേർക്കാൻ ആവശ്യമായ സഹായങ്ങൾ ഒരുക്കാൻ പൊതുഭരണ വകുപ്പ് വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ഹെൽപ്പ് ഡെസ്കുകൾ 2 ഉദ്യോഗസ്ഥരെ വീതം താൽക്കാലിക വ്യവസ്ഥയിൽ ചുമതലപ്പെടുത്താനും തീരുമാനം. വിവരങ്ങളുമായി ഇപ്പോൾ കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ കരുതിക്കൂട്ടി ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പേര് കൂട്ടിച്ചേർക്കാൻ ആവശ്യമായ സഹായങ്ങൾ നൽകുകയാണ്. എന്താണ് പൊതുഭരണ വകുപ്പെടുത്ത തീരുമാനങ്ങൾ? സിജു, തീർച്ചയായും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ധൃതി പിടിച്ച് ഒരു SIR നടപ്പാക്കുന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിൽ അർഹരായിട്ട് പോലും ഇതിൽ ഉൾപ്പെടാതെ പോകുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കണക്കുകൾ ഏറ്റവും ഒടുവിലത്തെ കരട് വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തു നിൽക്കുകയാണ്. പലതരത്തിലും വിവിധ കാരണങ്ങളാൽ പുറത്തു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവരിൽ അർഹരായ ഒരാൾക്ക് പോലും ഈ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത്. അത് ജനാധിപത്യ പ്രക്രിയയിൽ അത് ഭൂഷണമല്ല എന്ന് കണ്ടുകൊണ്ടാണ് പൊതുഭരണ വകുപ്പ് ഇത്തരത്തിലൊരു നിർദ്ദേശം ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുള്ളത്. വിവിധ ഇടങ്ങളിൽ, അതായത് സംസ്ഥാനത്താകെ ഈ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുകയും ഇത്തരത്തിൽ അർഹരായ ആളുകളെ കണ്ടെത്തി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും അവർക്ക് നൽകുകയും വേണം എന്നതാണ് ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അത് സംബന്ധിച്ച ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ വില്ലേജ് കേന്ദ്രങ്ങളിൽ ഈ തരത്തിൽ, അതായത് താൽക്കാലിക വ്യവസ്ഥയിൽ 2 ഉദ്യോഗസ്ഥരെ അധികമായി ചുമതലപ്പെടുത്തണം. ഇതിനു വേണ്ടി ഈ പൊതുജനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും സഹായങ്ങൾ നൽകുന്നതിനും വേണ്ടി 2 ഉദ്യോഗസ്ഥരെ അധികമായി ചുമതലപ്പെടുത്തണം എന്നതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം ഈ ഉന്നതികൾ, അതുപോലെ മലയോര പ്രദേശങ്ങൾ, തീരദേശ മേഖലകൾ എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി ഈ അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകണം എന്നതുകൂടിയാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഇതിനായി വില്ലേജ് ഓഫീസർമാരുടെ ആവശ്യപ്രകാരം ഈ അംഗൻവാടി വർക്കർമാർ, അതുപോലെ തന്നെ ആശാ വർക്കർമാർ, ഈ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരെ ഈ ദൗത്യത്തെ അവരെ ഏൽപ്പിക്കുകയും അവരെ ഇതിനുവേണ്ടി ഫലപ്രദമായി ഉപയോഗിക്കുകയും വേണം എന്നതാണ് ഇതോടൊപ്പം തന്നെ പറയുന്നത്. അധിക ജീവനക്കാരെ ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇതര വകുപ്പുകളിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ജില്ലാ കളക്ടർമാർ എടുക്കണം, അത്തരം നടപടികൾ കൈക്കൊള്ളണം എന്നതുകൂടിയാണ് പറയുന്നത്. അതോടൊപ്പം ഈ 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള വിദ്യാർത്ഥികൾ, വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വോട്ട് ചേർക്കുന്നതിന് വേണ്ടി അതത് സ്ഥാപനങ്ങൾ തന്നെ മുൻകൈയെടുത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും ഒക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നുകൂടി പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഓരോ ജില്ലാ കളക്ടർമാരെയുമാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അത് സംബന്ധിച്ച ഉത്തരവാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പൊതുഭരണ വകുപ്പ്. ശരി, കമലേഷാണ് വിവരങ്ങൾ നൽകിയത്.